ഇനി അടുത്തത് PHP എങ്ങനെ MySQL ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള പ്രോഗ്രാമാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫയൽ വേണം. ഒന്ന് നമുക്ക് നമ്മുടെ PHP ഒരു ഫോം ഫയൽ വേണം. SQL എങ്ങനെ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻസേർഷനും അപ്ഡേഷനും പ്രോഗ്രാമാണ്. പിന്നെ ഉള്ളത് ഒരു കണക്ഷൻ പേജ്, കണക്ഷൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഫയൽ. അപ്പോൾ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന HTML ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോമിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. രണ്ട് ടെക്സ്റ്റ് ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട്, നെയിമും റോൾ നമ്പറും. രണ്ട് സബ്മിറ്റ് ബട്ടൺ വെച്ചിട്ടുണ്ട്. സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഒന്ന് ഇൻസേർട്ട് കാണിക്കാനും ഒന്ന് അപ്ഡേറ്റ് കാണിക്കാനുള്ള രണ്ട് ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. അതൊരു ഫോം ടാഗ് നമ്മൾ HTML-നകത്ത് യൂസ് ചെയ്യുന്നത്. HTML അതുവരെ ഉള്ളൂ, തീർന്നു. പിന്നെ നമ്മൾ എന്താണ് നമുക്ക് ഇൻസേർട്ടും ചെയ്യണം, അതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള രണ്ട് ഫങ്ഷൻസ് ആണ് PHP വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇഫ് ഈ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഡോളർ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോളർ പോസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡോളർ പോസ്റ്റിനകത്ത് ഇൻസേർട്ട് ബട്ടൺ നമ്മൾ എന്താണ് അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന നെയിമും അതുപോലെ നമ്മൾ കൊടുക്കുന്ന റോൾ നമ്പറും എവിടെ സേവ് ചെയ്യണം? ഡോളർ നെയിമിനകത്തും ഡോളർ നമ്പറിനകത്തും സേവ് ചെയ്യണം. ദെൻ പറയുന്നത് എന്താണ്? കണക്ഷൻ പേജ്. ഇത് ഈ ഒരു കണക്ഷൻ 1 എന്ന് പറയുന്നത് വേറൊരു PHPയുടെ ഫയലാണ്, അതായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കുന്നു, അതിനകത്ത് ന്യൂ കണക്ഷൻ എന്ന് പറയുന്നു. ദെൻ SQL നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇൻസേർട്ട്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ നെയിം ആണ്. ദെൻ ആ ടേബിളിനകത്ത് രണ്ട് കോളം നമ്മൾ കൊടുക്കുന്നുള്ളൂ, ഒന്ന് ഡോളർ നെയിമും ഡോളർ റോൾ നമ്പറും. നെയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോട്സിനകത്ത് ഇടാം, ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട് സിംഗിൾ കോട്സ് വേണ്ട. അത് കഴിഞ്ഞ് ആ SQL നമ്മൾ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ PHP ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാഗ് യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യും. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ PHPക്ക് അകത്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ സ്ക്രിപ്റ്റ് ജസ്റ്റ് എഴുതിയിട്ട് ദെൻ വീണ്ടും നമ്മുടെ ഈ ലൂപ്പ് അടച്ചിട്ടില്ല. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്നത് PHPയുടെ ലൂപ്പാണ്. സോ നമ്മൾ വീണ്ടും PHP എന്ന് എഴുതി ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ആ ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട് PHPയുടെ ക്ലോസ് ടാഗ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് ഇതുപോലെ ഒരു ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ആ PHP ടാഗ് ക്ലോസ് ചെയ്തത്. സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ PHPക്ക് അകത്ത് എഴുതുന്നില്ല, ജാവാസ്ക്രിപ്റ്റ് ടാഗ് ആണ്. സോ അത് നമ്മൾ പുറത്താണ് എഴുതേണ്ടത്. പിന്നെ ആ ഇഫിന്റെ ലൂപ്പ് അടച്ചിട്ടില്ല, ആ ലൂപ്പ് അടയ്ക്കണമെങ്കിൽ വീണ്ടും നമ്മൾ PHP യൂസ് ചെയ്തിട്ട് വേണം ലൂപ്പ് അടയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഇൻസേർഷൻ കഴിഞ്ഞ് തന്നെ അപ്ഡേഷനിലോട്ട് പോകുന്നു. അപ്ഡേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് നെയിം പറഞ്ഞിട്ട് ഡോളർ നെയിം കൊടുക്കുന്നിടത്ത്, അതായത് റോൾ നമ്പർ ഇന്ന സ്ഥലത്തുള്ള നെയിം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ. ആ SQL കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ എക്സിക്യൂഷൻ ചെയ്യണം. ആ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡോളർ നെയിം ഡോളർ ഒബ്ജക്റ്റ് ന്യൂ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പൊ അത്രേ ഉള്ളൂ എന്ത് ആ ഒരു ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? നമുക്ക് കണക്ഷൻ 1, അതായത് ഇൻക്ലൂഡ് കണക്ഷൻ 1.php എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ ഫയൽ എന്ന് പറയുന്നത് ഒരു ആ കണക്ഷൻ എന്ന് പറയുന്നതിന്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഗെറ്റ് കണക്ഷൻ പറയും. ഡോളർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറന്റ് ഒബ്ജക്റ്റിനെയാണ് കാണിക്കുന്നത്. എന്താ കണക്ട് ചെയ്യേണ്ടത്? നമുക്ക് ആ ലോക്കൽ ഹോസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇത് എപ്പോഴും സെയിം തന്നെയാണ്. MySQL കണക്ട് ലോക്കൽ ഹോസ്റ്റ് റൂട്ട്. പാസ്വേഡ് ആണ്, നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡബിൾ കോട്ട്സേ കൊടുക്കുന്നു. 3 പാരാമീറ്റർ ആണ് നമുക്ക് കണക്ഷനകത്ത് പാസ് ചെയ്യേണ്ട, ലോക്കൽ ഹോസ്റ്റ് റൂട്ട്. അത് സെയിം തന്നെയാണ്. ദെൻ അടുത്ത ഇത് ഒരു ഇതാണ് MySQL കണക്ട് എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? MySQL സെലക്ട് DB, ഡാറ്റാബേസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ എക്സിക്യൂഷൻ SQL എന്താണ്? എന്തൊക്കെയാണ് SQL എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഒന്ന് ഗെറ്റ്, നമുക്ക് കണക്ഷൻ കിട്ടണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? MySQL ക്വറിക്കകത്ത് ആ കണക്ഷൻ SQL അവിടെ എക്സിക്യൂഷൻ നടക്കണം. ദെൻ റിസൾട്ട് എന്താണ്? RES എന്നുള്ളത് റിട്ടേൺ ചെയ്യുക. അപ്പൊ നമുക്കത് ഇതിന്റെ ആ ഒരു എന്താ പറയാ കണക്ഷൻ എങ്ങനെയാണ് പോകണമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഡാറ്റാബേസ് നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഫയൽ നമുക്ക് ആവശ്യമാണ്. ഇത് കണക്ഷന് വേണ്ടിയിട്ടുള്ള ഫയല്, മറ്റത് നമ്മൾ ആ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ആക്ഷൻ കാണണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? Xampp കൺട്രോള് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പാച്ചി വേണം, PHP വേണം. അത് മാത്രമല്ല നമുക്ക് എന്തും കൂടി വേണം, നമുക്ക് MySQL കൂടി വേണം. അപ്പോൾ MySQL കൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ MySQL സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡാറ്റാബേസ് ശരിയാക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് PHPയുടെ അഡ്മിൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ നമുക്ക് MySQLന്റെ അഡ്മിനും ഓപ്പൺ ചെയ്യണം. കാരണം നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് കണക്ഷൻ, നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കണം. അതുപോലെ സ്റ്റുഡന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ കോളംസ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂസ് അതിനകത്തോട്ട് അതിനകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ MySQLന്റെ അഡ്മിനും കൂടി ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, ഇപ്പൊ 2 ലോക്കൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഇപ്പൊ വർക്കിംഗ് അല്ല, കാരണം നമ്മൾ ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് നമ്മൾ 81 എന്ന് കൊടുക്കുക. റിഫ്രഷ് ചെയ്യുക. ലോക്കൽ ഹോസ്റ്റ് 81 എന്റർ. ഓക്കെ, അപ്പൊ അതിന്റെ പേജിലോട്ട് പോകുന്നു. ഇത് നമുക്ക് അതുപോലെ ലോക്കൽ ഹോസ്റ്റ് 81 എന്റർ അടിക്കാം. ഇപ്പൊ PHP മൈ അഡ്മിൻ എന്ന് പറയുന്ന നമ്മുടെ SQL സെർവറിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. MySQL സെർവറിലോട്ട് ഇപ്പോൾ ഒരു പേജ് പോകും. ഇതാണ് നമ്മുടെ MySQLന്റെ പേജ് എന്ന് പറയുന്നത്, MySQLന്റെ സെർവർ. ഇത് നമ്മുടെ Xampp, അതായത് നമ്മുടെ PHPയുടെ നമ്മുടെ ഡാഷ്ബോർഡ് നല്ല കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്രോഗ്രാമിന്റെ നല്ല കൊടുക്കുന്നുണ്ട്. അപ്പോൾ PHP പ്രോഗ്രാംസ് വെച്ച് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് വരും. നമ്മൾ ചെയ്തിട്ട് 2 പേജ് ഇതിനകത്ത് കാണാം. ഒന്ന് connection1.php, ഒന്ന് f.php. ഈ 2 പേജാണ് ഉള്ളത്. അതിൽ connection1.php അല്ല നമ്മൾ എടുക്കുക, നമ്മൾ f.php ആണ് എടുക്കുക. ഈ f.php എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫോമാണ് വരുന്നത്. ഓക്കെ, നെയിം, റോൾ നമ്പർ, ഇൻസേർട്ട്, അപ്ഡേറ്റ്. ഇനി നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസിലൂടെ സേവ് ആവും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡാറ്റാബേസ് ജസ്റ്റ് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡാറ്റാബേസ് നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഓൾറെഡി നെയിം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് പ്രൊഫൈൽ. ഇതാണ് ഡാറ്റ. അപ്പൊ ഇവിടെയാണ് ഞാൻ ഡാറ്റാബേസ് നെയിം കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിങ്ങനെ തെളിഞ്ഞാണ്. അപ്പൊ എന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നതാണ് എന്ത്? ഡാറ്റാബേസ്. ഞാൻ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടേബിൾ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നെയിം സ്റ്റുഡന്റ് എന്ന് കൊടുക്കുക. നമുക്ക് എത്ര കോളം വേണമെന്നുള്ളത് ഇവിടെ കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണം? ഗോ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ടേബിളിന്റെ അതായത് കോളംസ് നമുക്ക് ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സ്റ്റുഡന്റിന്റെ കോളംസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളംസ് ഏതൊക്കെയാണ്? നെയിം ഉണ്ട്, റോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പുതിയതൊരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് 1 കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് 1. ഞാൻ ജസ്റ്റ് ഗോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കോളം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പേര് കൊടുക്കണം. അപ്പൊ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കുകയാണ്. ടൈപ്പും കൊടുക്കണം. ഇൻഡ് എന്നുള്ള ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പുകൾ കൊടുക്കാം. പ്രിന്റ് കൊടുക്കട്ടെ. ലെങ്ത്തും കൊടുക്കണം. ലെങ്ത് ഒരു 25 കൊടുത്ത് കഴിഞ്ഞിട്ട് സേവ് എന്ന് കൊടുക്കാം. നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് 2 കോളത്തിൽ 2 ടെക്സ്റ്റ് ബോക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒന്ന്
നമ്മുടെ റോൾ നമ്പറും പിന്നെ നെയിമും. അപ്പോൾ നമ്മുടെ ഈ ടേബിളിന്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ ജസ്റ്റ് സ്ട്രക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 കോളംസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കി, ടേബിൾ ക്രിയേറ്റ് ചെയ്തു, കോളംസ് ക്രിയേറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ പേരുകൾ വേണം നമ്മൾ ആ ഇതിനകത്ത് കൊടുക്കാൻ. നമ്മുടെ ഫയൽ FPക്കകത്ത് കണക്ഷൻ പേജിനകത്ത് ഇവിടെ ചോദിക്കേണ്ടത് ഡാറ്റാബേസ് എന്താണെന്ന് ചോദിക്കുന്നത്. ആ ഡാറ്റാബേസിന്റെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊഫൈലിന്. ദെൻ നമ്മൾ ഫോം ടാഗിന്റെ പേജിനകത്ത് നമ്മളവിടെ അപ്ഡേറ്റ് സ്റ്റുഡന്റ്, ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ടേബിളിന്റെ പേരാണ്. അതുപോലെ ഇൻസേർട്ടിന്റെ അവിടെ നമ്മൾ ടേബിളിന്റെ പേര് കൊടുത്തിട്ടുണ്ട് സ്റ്റുഡന്റ് എന്നുള്ളത്. ദെൻ ഈ ഡോളർ നെയിമും ഈ ഡോളർ റോൾ നമ്പർ ആണ് നമ്മളിവിടെ കോളായിട്ട് നെയിമും റോൾ നമ്പറുമായിട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇതാണ് ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബോക്സിനകത്തോട്ട് വാല്യൂ കൊടുക്കുന്നത്. ഈ വാല്യൂ ആണ് ആ കോളത്തിനകത്ത് വന്ന് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോവാം. അപ്പൊ ഞാൻ പേര് കൊടുക്കുന്നു. രേഷ്മ, റോൾ നമ്പർ ഞാൻ 12 കൊടുത്തു, ഇൻസേർട്ടിന് കൊടുത്തു. ഇൻസേർട്ട് കൊടുത്തപ്പോൾ നമ്മുടെ അലേർട്ട് മെസ്സേജ് എഴുതി കാണിക്കുക, രജിസ്റ്റർ സക്സസ്ഫുള്ളി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ടേബിളിനകത്ത് അത് വന്നു നോക്കാം. ജസ്റ്റ് ഇവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കാം. ബ്രൗസ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ നെയിമും വന്നു, അതുപോലെ റോൾ നമ്പറും വന്നു. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ പേര് മാറ്റണം. 5 എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ ബ്രൗസറിലോട്ട് പോവാം. റോൾ നമ്പർ എത്രയാണ്? 21. നമുക്ക് റോൾ നമ്പർ അറിയണം. ദെൻ ആ പേര് നമുക്ക് മാറ്റിയിട്ട് അഞ്ജലി എന്നിടാം. ഓക്കെ, ദെൻ അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് സക്സസ്ഫുൾ. നമുക്ക് വീണ്ടും ഡാറ്റാബേസിനകത്ത് നോക്കുമ്പോൾ നമുക്ക് റിഫ്രഷ് ചെയ്യുന്നതാണ് ഈ ബ്രൗസ് എന്ന് പറയുന്നത്. ബ്രൗസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അതിൻ്റെ പേര് അഞ്ജലി 21 രേഷ്മ. ഇപ്പോൾ 2 വാല്യൂസ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്ഡേറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ MySQLും PHPയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ MySQL കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 ഫയൽ നെയിംസ് വേണം. ഒന്ന് നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്തൊക്കെയാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒരു പേജിനകത്ത് എന്ന് പറയുന്നത്. മറ്റേ പേജ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ കണക്ഷൻ പേജ്. നമ്മുടെ കണക്ഷൻ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കണക്ഷൻ പേജ് ഉണ്ടാവുള്ളൂ. ആ കണക്ഷൻ പേജിൽ പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആ കണക്ഷൻ പേജ് മെയിൻ ആയിട്ട് ഒന്നേ ഉള്ളൂ. പിന്നെ മാറ്റം വരുന്നത് ബാക്കിയുള്ള PHP പേജസ് ആയിരിക്കും മാറ്റം വരുത്തുള്ളൂ. ഓരോ വെബ്സൈറ്റിനകത്ത് പല പേജസും വരുന്നു. അപ്പോൾ ആ പേജുകളായിരിക്കും മാറ്റം വരിക. പക്ഷെ നമ്മുടെ ഈ കണക്ഷൻ പേജ് എപ്പോഴും സെയിം ആയിരിക്കും. ഇതിന് വ്യത്യാസമൊന്നും വരത്തില്ല. സെയിം പേജ് തന്നെയായിരിക്കും വരിക. എല്ലാ ഡാറ്റാബേസിലോട്ട് തന്നെയാണ് പോകുന്നതും അതെല്ലാം കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസും ഒക്കെ അതാണ് കാണിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് $SQL എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ട് $SQL. അപ്പോൾ ആ ഫംഗ്ഷൻ കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ കണക്ഷൻ പേജിനകത്താണ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എക്സിക്യൂട്ടിന്റെ ആ ഫംഗ്ഷൻ കിടക്കുന്നത്. അതുപോലെ കണക്ഷന്റെ ഫംഗ്ഷൻ കിടക്കുന്നതും കണക്ഷൻ പേജിനകത്താണ്. അപ്പോൾ ഇത് സെയിം ആയിരിക്കും എപ്പോഴും. കണക്ഷൻ പേജ് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ നമ്മുടെ ഈ പേജ്, അതായത് f.php പേജ് ഓരോ വെബ്സൈറ്റിന്റെ വെബ് പേജ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണിത് MySQL കണക്ടിവിറ്റി എന്ന് പറയുന്നത്. MySQL കണക്ടിവിറ്റി അകത്ത് വരുന്ന SQL ഏതൊക്കെയാണ്? SQL സ്റ്റേറ്റ്മെന്റ് ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ് വാല്യൂസ്, അതുപോലെ അപ്ഡേറ്റ്, അതൊക്കെയാണ് SQLനകത്ത് വരുന്നത്. പിന്നെ കണക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻസ് ഏതൊക്കെയാണ്? MySQL കണക്ട്, MySQL സെലക്ട് DB, MySQL query. MySQL query എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ queries ഏതൊക്കെയാണ് നമ്മുടെ queries നമ്മൾ ഇൻസേർഷൻ ചെയ്യുന്നത്, അതുപോലെ അപ്ഡേഷൻ ചെയ്യുന്നത്, അതൊക്കെയാണ് MySQL queriesനകത്ത് വരുന്നത്. ഇത്രയും ആണ് ഒരു കണക്ടിവിറ്റി, PHP MySQL കണക്ടിവിറ്റി തമ്മിലുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ.